ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2024 എല്ലാവരും പോലെ തന്നെ ഇപ്പോൾ ഞാനെന്നല്ല നിങ്ങളെല്ലാവരും ഒരു പുതുവർഷമാകുമ്പോൾ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഞാൻ എന്നെ പോലെ മറവില്ല ഒരാളാവുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കുറേയൊക്കെ ലൈഫിൽ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കും. അധികവും ശ്രമിക്കുക ജാനുവരി മന്തിലാണ്, കാരണം അപ്പോൾ പ്ലാൻ ചെയ്തതാവുമല്ലോ. ന്യൂ ഇയറിൽ ഫസ്റ്റ് മന്തൊക്കെ അങ്ങനെയൊക്കെ ആവും, പിന്നെ അതങ്ങനെ സെറ്റ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2024 കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടാൻ വേറൊരു റീസൺ ഉണ്ട്. ഓൾമോസ്റ്റ് 2024 ഒരു 3/4 ഭാഗം ഇവിടെ കഴിയാൻ പോവാണ്. 2025 ആവാറായിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ 2025 ആകുമ്പോഴേക്കും ഈ 3 മാസം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അത്ര കോൺഫിഡൻസുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് 2025 എങ്ങനെയൊക്കെ അടിപൊളിയാക്കാൻ പറ്റുന്നതിനെ കുറിച്ചിട്ടാണ്. അടിപൊളിയാക്കാൻ പറ്റുന്നല്ല, നമ്മളെ ലൈഫിൽ എന്തൊക്കെ കുറച്ചും കൂടി ഒന്നും കൂടി ബെറ്റർ ആക്കണം നമ്മുടെ ലൈഫ്, അതിനെ എന്തൊക്കെ പ്ലാൻ ചെയ്യാമെന്നൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോക്ക് പോവാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ഡെലിവറി എല്ലാം 2023 ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വെയിറ്റ് ലോസ് ആയിരുന്നു. കാരണം ഞാനൊരു 50 സംതിങ്ങിന് ഒരു 74 ആ ഒരു എന്താ പറയുക വെയിറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു 2023 ആ ടൈമിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ 2024 എനിക്ക് എൻ്റെ വെയിറ്റ് നോർമൽ ആക്കണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് പിന്നെ പ്രഗ്നൻ്റ് ആകുമ്പോൾ മുതലേ ഞാൻ കരുതിയിരുന്നൊരു കാര്യമായിരുന്നു. കാരണം പ്രഗ്നൻ്റ് ആകുമ്പോൾ ഞാൻ വെയിറ്റ് കുറക്കാനൊന്നും നോക്കിയിട്ടില്ല. ഡെലിവറിന് 3 months 6 months വരെയും അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നുള്ളൊരു ഇതിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് കുറക്കണമെന്ന് ഞാൻ നല്ലപോലെ ആഗ്രഹിച്ചിരുന്നു. അത് അൽഹംദുലില്ലാ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ കട്ട് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യും, അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല, ഫുള്ളായിട്ടൊന്നും അവോയ്ഡ് ചെയ്തിട്ടില്ല, ചെറുതായിട്ട്. പിന്നെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം അത്രയും ആഗ്രഹം വരും, എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണം. ചിലപ്പോൾ ഞാൻ ബേക്കറിയിലൊക്കെ കയറിനെ അതൊന്നും ഓടിയിട്ട് കഴിക്കണം, ഒരു പീസാണെങ്കിലും അത് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടില്ല, എന്നാലും അതിൻ്റെ യൂസ് മാക്സിമം കുറച്ചുണ്ട്. പിന്നെ എക്സസൈസ്, പ്രോപ്പർ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോയിരുന്ന ടൈമിൽ സെറ്റായിട്ട് എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്കൗട്ട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതൊരു നേരം കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി തുടങ്ങണമെന്നൊക്കെ കരുതുന്നുണ്ട്. അതിനിപ്പോൾ 2025 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമൊന്നുമില്ല. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. പറ്റുമെന്ന് അറിയില്ല, ഒന്നാമത് ടൈമിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂസ് വരുന്ന കാരണം തന്നെയാണ്. അപ്പോൾ അതായിരുന്നു സെക്കൻഡ് വൺ. പിന്നെ തേർഡ് വൺ പറഞ്ഞാൽ സ്ലീപ്പ് റൂട്ടീൻ ആയിരുന്നു. കറക്റ്റ് ടൈമിൽ ഉറങ്ങണം, 6 hours 7 hours 8 hours ഒക്കെ സ്ലീപ്പൊക്കെ കിട്ടണം. കറക്റ്റ് ടൈമിൽ ഉറങ്ങണം, ഉറങ്ങുമ്പോൾ ഫോണൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഉറങ്ങി രാവിലെ നേരത്തെ എണീക്കണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2024 ആകുമ്പോഴത്തേന്. പക്ഷേ ഉറക്കം കിട്ടാറില്ല. അതൊന്നുകൊണ്ടല്ല, ചെറിയ കുട്ടി ഉണ്ടാവുകൊണ്ടാണ്. അപ്പോൾ അത് എല്ലാ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം തന്നെ. കാരണം നമ്മളെ കരുതുന്ന പോലെ നമുക്ക് ഉറങ്ങാൻ കഴിയൂല. എനിക്ക് കഴിഞ്ഞിട്ടില്ല, എൻ്റെ കുട്ടീൻ്റെ ഉറക്കമൊന്നും എപ്പോഴും കറക്റ്റ് ആവാത്തതുകൊണ്ട് എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാ ആ റെസൊല്യൂഷനും അവിടെ തെറ്റായിട്ടുണ്ട്, അതും എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നേരത്തെ ഷുഗർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 90% സക്സസ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 90% ഞാൻ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഹോൾ ഫുഡ്സ് കഴിക്കാറുണ്ട്, അങ്ങനെ അത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ബട്ട് ഫുൾ അതുമ്മൽ വരാൻ പറ്റുമോ ചോദിച്ചാൽ അത് പറ്റിയിട്ടില്ല. അതെനിക്ക് അടുത്ത വർഷം നടത്താം ഇൻഷാ അല്ലാ. പിന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ, കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞാൻ ഷനോ അങ്ങനെയല്ല കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാറ്റണം അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ നടന്നിട്ടുണ്ട്, ചിലതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇനിയും വർഷങ്ങൾ വരുന്നുണ്ടല്ലോ, ന്യൂ ഇയർ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ന്യൂ ഇയറിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ല 2024 ഇതൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഇയർ അത് കുറച്ചും കൂടി പറ്റാത്തതൊക്കെ നെക്സ്റ്റ് ഇയർ ഇതാക്കണം. പിന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി സേവ് ചെയ്യുക. ഞാൻ ക്യാഷ് എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ്
കുറേയൊക്കെ ലെവലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് തന്നെ എന്നെ പോലെ ഒരുപാട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിൽ ഏതൊക്കെ നടന്നു ഏതൊക്കെ നടന്നില്ല എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ നടക്കാത്ത കാര്യങ്ങളുണ്ടല്ലോ അത് നെക്സ്റ്റ് ഇയർ ഒന്നുകൂടി നടത്താൻ നോക്കുക. ഇങ്ങനെ നമ്മൾ ഈ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ കുറച്ചൊക്കെ ഇതാക്കുമ്പോൾ നമ്മളെ ലൈഫ് ഒന്നുകൂടി ബെറ്റർ ആവും, ഒന്നുകൂടി ക്വാളിറ്റിയിലെ ഒരു എന്താ പറയുക റൂട്ടീന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. ഇനി എനിക്ക് 2025 കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ മാസം അടുത്ത മാസം ഒക്കെ എടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ട് 2025 ആകുമ്പോൾ സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നടക്കുമെന്നറിയില്ല, നടക്കും നോക്കി വെക്കാല്ലേ. പിന്നെ 2024 എനിക്ക് ഉണ്ടായിരുന്ന വേറൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കണം എന്നായിരുന്നു. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എനിക്ക് അറിയാത്ത എന്തെങ്കിലും പഠിക്കണം, അതെനിക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പഠിച്ചതാണ് റെസിൻ ആർട്ട്. എനിക്ക് ഞാൻ കോൺഫിഡൻസ് ഉണ്ട് എനിക്കത് എന്താ പറയുക ഒരു റെസിനും അതുപോലെ റെഫറൻസും കിട്ടുക ഞാൻ അതുപോലെ ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സെറ്റായിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക അതെനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പഠിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചതാണ് റെസിൻ ആർട്ട്. അപ്പോൾ അതെനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേനും എനിക്ക് എന്തെങ്കിലും 2 കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കണം എന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴും പ്ലാൻ ചെയ്തിട്ടില്ല, അത് സിറ്റുവേഷൻ പോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. പിന്നെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു ഡെയിലി കറക്റ്റ് എമൗണ്ട് വെള്ളം കുടിക്കണം, എല്ലാവരെയും പോലെ എപ്പോഴത്തെയും പോലെ. അത് ഞാനിപ്പോൾ ഒരു ന്യൂ ഇയർ ആവണമെന്നൊന്നുമില്ല, ഓരോ മാസം കഴിയുമ്പോഴും അടുത്ത മാസം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആഴ്ച കഴിയുമ്പോഴും തിങ്കളാഴ്ച കഴിയുമ്പോൾ ഇന്ന് മുതൽ പ്രോപ്പർ ഡയറ്റാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കധികം നടക്കാറില്ല എന്നാൽ ചില ദിവസങ്ങളിൽ നടക്കും, ചില ദിവസങ്ങളിൽ നടക്കൂല. അതൊരു എന്താ പറയുക നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കറക്റ്റ് ഒരു റുട്ടീനായിട്ട് എനിക്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ തന്നെ കാണുന്ന കുറേ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് കറക്റ്റ് ഉറങ്ങി എണീറ്റാൽ ഇത്ര വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ പഠിക്കണം, അടുത്ത വർഷം നോക്കണം. പിന്നെ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം എൻ്റെ ഹസ്ബൻഡിനുള്ളതാണ്. ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ വേറെ കാര്യം ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കത് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ആൾക്കത് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇനി 3 മാസം കൂടെ ഉള്ളൂ 2025 ആവാൻ. അപ്പോൾ 2025 ആവുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ വർഷം പ്ലാൻ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഈ 3 മാസം കൊണ്ട് നടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർക്ക് നമ്മുടെ ലൈഫ് ഒന്നും കൂടി ക്വാളിറ്റി ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതുപോലെ നടത്താൻ ശ്രമിക്കുക. ഇതൊക്കെ അല്ലേ നമ്മളെ ലൈഫിൽ ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ, നമുക്ക് വേണ്ടി സ്നേഹിച്ച് നമ്മളെ ഫാമിലി അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ടൈമും പിന്നെ അതുപോലെ എന്തൊക്കെയാണ് മെമ്മറബിളായി ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്തിട്ട് അടിപൊളിയായി ചെയ്യുക. അതന്നെ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും അടുത്ത വർഷത്തേക്കുള്ള റെസൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തുക. 2025 ആവുന്നതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.